ന്യൂസ് മിഡിൽ ഈസ്റ്റ് തുടരുന്നു. ഖത്തറിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി കടകൾ ഒഴിപ്പിക്കുന്നു. മലയാളികളടക്കം 200ഓളം വ്യാപാരികൾ പ്രതിസന്ധിയിലായി. ദോഹയിലെ മിഷൈരിക്ക് ഏരിയയിലെ കച്ചവടക്കാരാണ് ഇപ്പോൾ കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന മിഷൈരിബ് ഡൗൺ ടൗൺ പദ്ധതി പ്രദേശത്തിന്റെ സമീപത്തുള്ള നൂറുകണക്കിന് കച്ചവടക്കാർക്കാണ് ഒഴിഞ്ഞുപോകാനുള്ള നോട്ടീസ് ലഭിച്ചത്. ഇവരിൽ നിരവധി പേർ മലയാളികളാണ്. മലയാളികൾ ഇഷ്ടംമാതിരി കച്ചവടക്കാരുണ്ട്. മലയാളികൾ അതൊക്കെ ഇപ്പോൾ പോകേണ്ടി വരും. പകരം ഷോപ്പൊന്നും കിട്ടിയില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10-300 ഷോപ്പിന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. 1-ാം തീയതി പോകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വേറെ റിപ്ലൈ ഒന്നും കിട്ടിയില്ല. നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് 6 മാസം കൂടി നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. ഒരു മാസത്തിനകം കടകൾ ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് യസ്ദാൻ പ്രോപ്പർട്ടീസ് അധികൃതർ ഇവർക്ക് നൽകിയ നിർദ്ദേശം. അതുകൊണ്ടുതന്നെ സാധനങ്ങൾ കിട്ടിയ വിലക്ക് വിറ്റ് തീർക്കാനുള്ള ഒരുക്കത്തിലാണ് വ്യാപാരികൾ. പിന്നെ ഒരുപാട് വർഷമായിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വന്നാലും ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറേ കോസ്റ്റിനൊക്കെ കൊടുത്ത് തീർക്കുന്നുണ്ട്. കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമ്പോൾ ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെങ്കിലും കച്ചവടക്കാർ പ്രതിസന്ധിയിലാകും. ഖത്തറിലെ ഏറ്റവും പഴയ കച്ചവട കേന്ദ്രമായ മിഷൈരിബിലെ കച്ചവടക്കാരിലധികവും മലയാളികളും ബംഗ്ലാദേശുകാരുമാണ്. 32 വർഷമായി ഇവിടെയുള്ള മൂസ മിയാനും കുടിയിറക്കപ്പെടുകയാണ്. अभी तो दुकान का बहुत प्रॉब्लम है. 200 का लेना भी मुश्किल है. शायद मुल्क जाना पड़ेगा ये हालत में. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഖത്തറിൽ ജലവൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ കർശന നിയമങ്ങൾ വരുന്നു. ശുദ്ധജലവും വൈദ്യുതിയും പാഴാക്കുന്നവർക്കെതിരെ കടുത്ത പിഴ ചുമത്തുന്ന കരട് നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ശുദ്ധവെള്ളം ഉപയോഗിച്ച് കാറ് കഴുകിയാൽ 20,000 റിയാൽ പിഴ ഈടാക്കും. ഖത്തറിൽ വൈദ്യുതി ജല ഉപയോഗം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ ജലവൈദ്യുതി വിതരണ സ്ഥാപനമായ കഹ്റാമ ആവിഷ്കരിച്ച തർഷീദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ച കരട് നിയമമനുസരിച്ച് ശുദ്ധജലം പാഴാക്കുന്നവർക്ക് കനത്ത പിഴയാണ് ഒടുക്കേണ്ടി വരിക. വാഹനങ്ങൾ കഴുകുന്നതിനും വീടും പരിസരവും ശുദ്ധിയാക്കുന്നതിനും ശുദ്ധജലം ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 20,000 റിയാലാണ് പിഴ ഈടാക്കുക. പുതിയ നിയമപ്രകാരം വൈദ്യുതി പാഴാക്കുന്നവർക്കുള്ള ശിക്ഷയും പിഴയും അധികരിപ്പിച്ചിട്ടുണ്ട്. വൈദ്യുതി ദുരുപയോഗത്തിന് 10,000 റിയാലാണ് പിഴ ഈടാക്കുക. രാവിലെ 7 മണിക്കും വൈകുന്നേരം 4 മണിക്കുമിടയിൽ പുറത്തുള്ള വൈദ്യുത വിളക്കുകൾ ഓഫ് ചെയ്യണമെന്നാണ് വ്യവസ്ഥ. ജലവൈദ്യുത നിയന്ത്രണ ക്യാമ്പയിനിലൂടെ ഊർജ്ജ സംരക്ഷണത്തിനുള്ള പുതിയ തയ്യാറെടുപ്പിലാണ് അധികൃതർ. പ്രതിശീർഷ ജലവൈദ്യുതി ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഖത്തർ ഇപ്പോൾ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാൻ കുവൈറ്റ് സർക്കാർ നടപടി തുടങ്ങി. ഗൾഫ് മേഖലയിൽ കൂടുതൽ സബ്സിഡി നടപ്പാക്കിയിട്ടുള്ള രാജ്യമാണ് കുവൈറ്റ്. വെള്ളം, വൈദ്യുതി, പെട്രോൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ സ്വദേശികൾക്കും വിദേശികൾക്കും സബ്സിഡി നിരക്കിൽ രാജ്യത്ത് നൽകിയിരുന്നു. വാർഷിക വരുമാനത്തിന്റെ വലിയൊരു ഭാഗം സബ്സിഡി ഇനത്തിൽ ചെലവഴിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഭീഷണിയാകുമെന്ന് IMF മുന്നറിയിപ്പ് നൽകിയിരുന്നു. എണ്ണ വരുമാനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യത്തിന്റെ ബജറ്റിന്റെ ഭീമമായൊരു വിഹിതം സബ്സിഡിക്കാണ് നീക്കിവെക്കുന്നത്. ഊർജ്ജ വിഭാഗത്തിലേക്ക് മാത്രമായി പ്രതിവർഷം 5.1 ബില്യൺ കുവൈത്ത് ദീനാറാണ് സബ്സിഡി. സബ്സിഡി പൂർണ്ണമായും പിൻവലിക്കുന്നതോടെ വൈദ്യുതി, പെട്രോൾ നിരക്കുകൾ കുത്തനെ ഉയരും. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈത്ത്. ബലിപ്പെരുന്നാളിന് കുവൈത്തിലെ ഷോപ്പിംഗ് മാളുകളിലും മാർക്കറ്റുകളിലും വൻ തിരക്ക്. പെരുന്നാൾ വസ്ത്രങ്ങൾ വാങ്ങാനും ഭക്ഷണം തയ്യാറാക്കുന്നതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് ഒഴുകുന്നത്. പതിവ് പോലെ പെരുന്നാൾ പ്രമാണിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ച് ഉപഭോക്താക്കളെ ക്ഷണിക്കുന്നതിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ, പാദരക്ഷകൾ, സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങി ആഘോഷം കെങ്കേമമാക്കുന്നതിനാവശ്യമായ എല്ലാ വസ്തുക്കൾക്കും പ്രത്യേക വിലക്കുറവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രമുഖ വ്യാപാര സമുച്ചയങ്ങളായ അവന്യൂസ് മോൾ, 360 മോൾ എന്നിവിടങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നവരിൽ കൂടുതലും സ്വദേശി ഉപഭോക്താക്കളാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്, ഗൾഫ് മാർട്ട് പോലെ ഇന്ത്യക്കാരുടെയും മറ്റും ഉടമസ്ഥതയിലുള്ള വ്യാപാര സമുച്ചയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരിൽ കൂടുതലും മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ തന്നെയാണ്. വാഹനങ്ങളിൽ കുട്ടികളും കുടുംബാംഗങ്ങളുമായെത്തുന്ന സ്വദേശികൾ തന്നെയാണ് പതിവ് പോലെ തിരക്കിന് ആക്കം കൂട്ടുന്നത്. രാത്രികാല ഷോപ്പിങ്ങിനിറങ്ങുന്ന സ്വദേശികളുടെ വാഹനങ്ങളാൽ തിരക്ക് റോഡുകളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. സൂക്കുകളിലും ഷോപ്പിംഗ് മാളുകൾക്ക് സമീപവും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടം കിട്ടാതെ ജനങ്ങൾ നട്ടം തിരിയുന്ന കാഴ്ചയാണ് പലയിടങ്ങളിലും. ജനത്തിരക്കേറിയതു കാരണം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്ന മിക്ക റോഡുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. സമാനമായ തിരക്കാണ് മണി എക്സ്ചേഞ്ചുകളിലും അനുഭവപ്പെടുന്നത്. ന്യൂസ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.
രാപ്പകൽ ഭേദമില്ലാതെ വരും ദിവസങ്ങളിൽ എല്ലായിടങ്ങളിലും തിരക്ക് കൂടാനാണ് സാധ്യത. നിസാർ കെ റഷീദ്, മീഡിയ 1, കുവൈത്ത്. അന്താരാഷ്ട്ര തലത്തിൽ ബഹ്റൈനിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ പ്രവാസികളുടെ കൂട്ടായ്മ വിവിധ രാഷ്ട്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ജർമ്മനിയിലെ ബെർലിനിൽ ഇപ്പോൾ നടക്കുന്ന പ്രദർശനം ഈയടുത്ത് ലണ്ടനിലും സംഘടിപ്പിച്ചിരുന്നു. ബഹ്റൈനിലെ സാംസ്കാരിക വൈവിധ്യങ്ങളെയും പുരോഗതിയെയും അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് ജർമ്മനിയിലെ ബെർലിനിൽ പ്രത്യേക പ്രദർശനം നടന്നത്. ഇതാകുന്നു ബഹ്റൈൻ എന്ന തലക്കെട്ടിലായിരുന്നു പ്രദർശനം സംഘടിപ്പിച്ചത്. ബഹ്റൈൻ ഫെഡറേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ ആയിരുന്നു സംഘാടകർ. വിവിധ മതവിശ്വാസികൾക്കിടയിൽ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹൃദവും ഭരണകൂടത്തിന്റെ വിശാലമായ മതേതര കാഴ്ചപ്പാടും പ്രതിഫലിപ്പിക്കുന്ന സ്റ്റാളുകൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. വിവിധ മതസ്ഥാപനങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്ത് 200 വർഷത്തിലേറെക്കാലമായി പ്രവർത്തിക്കുന്ന ശ്രീനാഥ്ജി ക്ഷേത്രത്തെക്കുറിച്ച് മുഖ്യ പുരോഹിതന്മാർ സന്ദർശകരുടെ മുമ്പിൽ വിശദീകരിച്ചു. Our community opened this temple here in Bahrain, and from since then we are living in harmony in Bahrain. We have no problem at all, nothing, and we enjoy our stay also. We do all religious activities with our neighbors who are Jews, who were Jews nowadays at those times, and Muslims, and of course so many other, and we really like Bahrain. 100-ലധികം പ്രതിനിധികളും സ്ഥാപനങ്ങളും പങ്കെടുത്ത പ്രദർശനത്തിൽ ബഹ്റൈൻ ഭരണകൂടത്തിന് ജനാധിപത്യത്തോടുള്ള കാഴ്ചപ്പാടും രാജ്യത്ത് നിലനിൽക്കുന്ന നിക്ഷേപ സാധ്യതകളും വിശദമാക്കുന്ന സ്റ്റാളുകളുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് രാജ്യത്ത് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും അധികാര പങ്കാളിത്തവും പ്രദർശനത്തിൽ വനിതാ പ്രതിനിധികൾ തന്നെ അവതരിപ്പിച്ചു. മറ്റു രാജ്യങ്ങളിലും ഇതേ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ ബഹ്റൈൻ ഫെഡറേഷൻ ഓഫ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ അറിയിച്ചു. മീഡിയ 1, ബഹ്റൈൻ. പെരുന്നാൾ ദിനങ്ങളെ വർണ്ണാഭമാക്കാൻ ഷാർജയിലെ അൽ ഖസബയിൽ വിവിധ പരിപാടികൾ നടക്കും. ഒക്ടോബർ 4 മുതൽ 6 വരെയാണ് പരിപാടികൾ. ഈദ് രാത്രികളിൽ 10 മണിക്ക് കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ബലിപെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ ഷാർജ അൽ മുൻതസ ഉദ്യാനത്തിൽ പ്രത്യേക പരിപാടികൾ. ഒക്ടോബർ 4 മുതൽ 6 വരെയുള്ള തീയതികളിൽ വൈകിട്ട് 7:30 മുതൽ രാത്രി വരെയാണ് പരിപാടികൾ നടക്കുക. അന്തർദേശീയ നിലവാരത്തിലുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ളവർക്കായി കലാപരിപാടികളും മത്സരങ്ങളും അരങ്ങേറും. അൽമനാമ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ നവീകരിച്ച ഷോറൂം UAEയിലെ ഫുജൈറയിൽ ഉദ്ഘാടനം ചെയ്തു. ഫുജൈറ നഗരമധ്യത്തിൽ 10 വർഷമായി പ്രവർത്തിച്ചു വന്ന ഷോറൂമാണ് വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ചത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഫുജൈറയിലെ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. നവീന ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അൽമനാമയുടെ എല്ലാ ഷോറൂമുകളും നവീകരിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മികച്ച കാർ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് വിപുലീകരിച്ച ഷോറൂം തുറന്നതെന്ന് അൽമനാമ ഗ്രൂപ്പ് MD ഷബീർ പറഞ്ഞു. ആവശ്യത്തിലേറെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ നേരത്തെക്കാളും കസ്റ്റമർക്ക് വന്നു പോകാനുള്ള ആക്സസും പിന്നെ ഷോപ്പിനകത്ത് കുറച്ചും കൂടി എല്ലാ ഐറ്റംസും ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ എമിറേറ്റുകളിലും കൂടുതൽ ഷോറൂമുകൾ തുറക്കാനുള്ള വിപുലമായ പദ്ധതിയും അൽമനാമ ലക്ഷ്യമിടുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1, ഫുജൈറ. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില. Shamanur Gold, number 1. Believe in God. Invest in gold. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. തൽബിയത്ത് മന്ത്രങ്ങൾ ഉരുവിട്ട് ഹാജിമാർ മിനയിൽ. അറഫ സംഗമം നാളെ. തൊഴിൽ കരാർ പാലിക്കാത്ത ഒരു ഇന്ത്യൻ വീട്ടുവേലക്കാരി കൂടി രക്ഷപ്പെട്ടത് 22-കാരിയായ ഹൈദരാബാദ് സ്വദേശിനി. വീട്ടുജോലിക്കാരുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ മാർഗരേഖ. IMF നിർദ്ദേശപ്രകാരം കുവൈത്തിൽ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി. പെരുന്നാളോടനുബന്ധിച്ച് ഷോപ്പിംഗ് മാളുകളിൽ വൻ തിരക്ക്. ബലിപ്പെരുന്നാളിന് മുന്നോടിയായി ബലിമൃഗങ്ങൾക്ക് തീവില. ഖത്തറിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കൽ. 200ഓളം മലയാളി വ്യാപാരികൾ പ്രതിസന്ധിയിൽ.